ഈ വർഷം ഗോൾഡിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നേക്കുന്ന വെള്ളിയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വില കുതിക്കുന്നത്? വെള്ളി ഒരു അത്ഭുത ലോഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇതുവരെ പ്രഷ്യസ് മെറ്റൽ എന്നുള്ള കാറ്റഗറിയിലാണ് ഗോൾഡ്, സിൽവർ, പലേഡിയം, പ്ലാറ്റിനം ഇതിനെല്ലാത്തിനും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സിൽവർ ഈസ് ഹൈലി വോളറ്റൈൽ, ഗോൾഡ് പോലെയല്ല. കാരണം നമ്മൾ നേരത്തെ ഈ സ്റ്റോക്സിൽ നമ്മൾ പറയുന്ന ബീറ്റ വാല്യൂ, ദർ ഇസ് എ വോളറ്റാലിറ്റി. ഗോൾഡിൻ്റെ ഒരുവിധം സ്മൂത്ത് ആഴ്ചയാണ്, ഒരു ചെറിയ കയറ്റിറക്കങ്ങളേ ഉള്ളൂ. പക്ഷേ സിൽവറിൽ വളരെയേറെ കയറ്റിറക്കങ്ങളുണ്ടായിരുന്നു. വെള്ളിയിൽ ഏത് രീതിയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ കാരണം വെള്ളിയിലും നമുക്കിപ്പോൾ എന്താ, വെള്ളിയുടെ വില കുറവായതുകൊണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ വേണം. അപ്പോൾ ഒബ്വിയസ്ലി വി ആർ ഓൾസോ സജസ്റ്റിംഗ് ആണ് ഇപ്പോൾ ETF അവൈലബിൾ ആയതിന് ETF വഴി പോകുന്നത് തന്നെയാണ് നല്ലത്. ETF നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിൽവറിന് ആ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം നിങ്ങളൊരു കമ്പ്യൂട്ടർ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സിൽവർ കിട്ടും, ഒരു ക്യാമറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. ഇതിനകത്തുള്ള കണ്ടക്ഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് സിൽവറാണ്. അമേരിക്ക 10 വർഷം കൊണ്ട് സെറ്റ് ചെയ്തിരുന്ന സോളാർ സെൽസിൻ്റെ കപ്പാസിറ്റിയാണ് ചൈന കഴിഞ്ഞ 1 വർഷം കൊണ്ട് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഡിപ്ലീറ്റിംഗ് മെറ്റൽ ഇൻ ദ വേൾഡ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ സിൽവറിൻ്റെ യൂട്ടിലിറ്റി പർപ്പസ് ഭയങ്കരമായിട്ട് മാറി. ഇറ്റ് ഈസ് നോട്ട് സിറ്റിംഗ് പ്രെറ്റി. ഇതിന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ സിൽവറിൻ്റെ പ്രൈസ് ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ചൈന ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. അവർ തന്നെ അതിനെ ക്രിട്ടിക്കൽ മെറ്റലിലേക്ക് മാറ്റുമെങ്കിൽ ദേ നോ എന്താണ് ഇതിൻ്റെ അണ്ടർലൈൻ പർപ്പസ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടല്ലേ അവരങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അടുത്തൊരു 10 വർഷത്തിനുള്ളിലൊക്കെ സ്വർണ്ണവില വെള്ളിവില മറികടക്കാൻ സാധ്യതയുണ്ടോ? ഇന്ന് സമ്പത്തിന്റെ വഴി എന്ന നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളിയുടെ നിക്ഷേപ സാധ്യതകളാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ ഹരീഷ് MV ആണ്. നമസ്കാരം. സർവകാല റെക്കോർഡിലാണ് വെള്ളി. ഈ വർഷം ഗോൾഡിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നേക്കുന്ന വെള്ളിയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വില കുതിക്കുന്നത്? വെള്ളി ഒരു അത്ഭുത ലോഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇതുവരെ പ്രഷ്യസ് മെറ്റൽ എന്നുള്ള കാറ്റഗറിയിലാണ് ഗോൾഡ്, സിൽവർ, പലേഡിയം, പ്ലാറ്റിനം ഇതിനെല്ലാത്തിനും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു കാതലായ ചേഞ്ച് സിൽവറിൽ വന്നത്. സിൽവറിന് നേരത്തെ പണ്ടൊക്കെ നമ്മളെന്തായിരുന്നു, ഈ വെള്ളിയുടെ ഉപയോഗം കോയിൻ ഉണ്ടാക്കാനുണ്ടായിരുന്നു, പിന്നെ വെസൽസ് ലൈക്ക് വെള്ളിപ്പാത്രം, വെള്ളിക്കരണ്ടി, ഇതൊക്കെയല്ലേ ഒരു ആഠ്യത്വത്തിൻ്റെ പ്രതീകമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ സിൽവറിന് വന്നു തുടങ്ങിയത് നമ്മൾ ഫോട്ടോ ഫിലിം വന്നു തുടങ്ങി. ഫോട്ടോ ഫിലിംസിൽ കാരണം സിൽവർ ഓക്സൈഡ് ആയിട്ട് ലൈറ്റ് എക്സ്പോഷർ വരുമ്പോഴാണ് അതിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി വെച്ചിട്ടാണ് പണ്ട് ഫിലിംസ് എക്സ്പോസിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ മാറി തുടങ്ങിയപ്പോൾ, ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ സിൽവറിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് പലരും വിധി എഴുതിയത്. പക്ഷെ അവിടെ നിന്നും സിൽവർ ഇന്ന് അഭൂതപൂർവമായ ഒരു കുതിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാത്തിലും AI പക്ഷേ AI വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് പവർഫുൾ ചിപ്പ് വേണം, ഡേറ്റാ സെൻറ്റേഴ്സ് വേണം, ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സോളാർ പവർ വേണം. ഇതിനെല്ലാത്തിനും വെള്ളി വേണം. എക്സാക്ട്ലി, ബിക്കോസ് സിൽവർ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ആഫ്റ്റർ ഗോൾഡ്, ബെറ്റർ ദാൻ കോപ്പർ. കോപ്പറാണ് നമുക്കതിൽ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഗോൾഡ് കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഗോൾഡ് വിൽ ബിക്കം അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും, ഹീറ്റ് കൂടിയ. അപ്പം പക്ഷേ സിൽവർ മാറത്തില്ല. അപ്പോൾ സിൽവറിന് ആ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സിൽവർ കിട്ടും, ഒരു ക്യാമറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. ഇതിനകത്തുള്ള കണ്ടക്ഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് സിൽവറാണ്. ഈ ഏറ്റവും കൂടുതൽ സിൽവറിൻ്റെ ഇന്നത്തെ യൂട്ടിലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സോളാർ ഫോട്ടോവോൾട്ടായിക് സെൽസിലാണ്. കാരണം അതിന് എഫിഷ്യൻസി കൂടിയപ്പോൾ ഇന്നിപ്പോൾ എല്ലായിടത്തും നിങ്ങൾ സിയാലിൽ പോയി നമ്മൾ വളരെ വിപുലമായ ഒരു സോളാർ പാടം കണ്ടത്. ഇതുപോലെ
ഇന്ന് എല്ലാ തരിശ് ഭാഗങ്ങളും മരുഭൂമികളും സോളാർ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രീൻ എനർജി എന്നുള്ള കൺസെപ്റ്റിലേക്ക്. അപ്പോൾ ഇതിൽ ഈ ഫോട്ടോ വോൾട്ടായിക് സെൽസിൻ്റെ അതേ കൺസെപ്റ്റിലേക്ക്, കാരണം സിലിക്ക ഇതിലേക്ക് വരുന്നു, അതിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് കണ്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് സിൽവർ വേണ്ടി വരും. അപ്പോൾ സിൽവറിൻ്റെ യൂട്ടിലൈസേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക 10 വർഷം കൊണ്ട് സെറ്റ് ചെയ്തിരുന്ന സോളാർ സെൽസിൻ്റെ കപ്പാസിറ്റിയാണ് ചൈന കഴിഞ്ഞ 1 വർഷം കൊണ്ട് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഡിപ്ലീറ്റിംഗ് മെറ്റൽ ഇൻ ദ വേൾഡ്. സ്വർണത്തിനേക്കാളും കൂടുതൽ. കാരണം വെള്ളി ഖനികൾ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇത് കൂടുതലും മൈനിങ് വഴി വരുന്ന 30% ഉള്ളൂ, ബാക്കി 70% ബൈ പ്രോഡക്റ്റാണ്. സിങ്ക്, മെറ്റൽ, സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മൈൻ ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് സിൽവർ. നോട്ട് ലൈക്ക് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ല. പിന്നെ റീസൈക്ലിംഗ് ആണ്. പഴയ ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇതിൽ, സെക്കൻഡ് ഡിഫൻസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ നിങ്ങളൊരു റോക്കറ്റിൽ വയ്ക്കുന്നതെന്ന് വെച്ചോളൂ, റോക്കറ്റ് പോയി വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ബും, അത് ആവിയായി പോയി, പിന്നെ ആ സിൽവറില്ല. അപ്പോൾ യൂട്ടിലിറ്റി വാല്യൂവിൽ ഇത് ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലർ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ $60 ഔൺസിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ, കാരണം അതാണ് കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതൊരു 30-ൽ നിന്നാണ് 60-ലേക്ക് മാറിയത്. 100% റിട്ടേൺ ഇറ്റ്സ് ഗിവൺ ഇൻ എ ഇയർ. വളരെ പെട്ടെന്നുള്ള കുതിപ്പ്. അതെ. അപ്പോൾ നമ്മളിത് കുറേ നാൾ കൊണ്ടേ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് നേരത്തെ സ്വർണ്ണത്തിൽ 2006 മുതൽ 7 മുതൽ നമുക്ക് ETF അവൈലബിൾ ആയിരുന്നു. സിൽവർ ETFs നമുക്ക് 2 കൊല്ലമായിട്ടുള്ളൂ അവൈലബിളായി തുടങ്ങിയിട്ട്. അങ്ങനെയാണ് നമുക്കിപ്പോൾ നിക്ഷേപകർക്ക് ഗോൾഡും സിൽവറും ചേർന്ന ഫണ്ടുകൾ അവൈലബിൾ ആണ്. സിൽവർ ഫണ്ടുകൾ കൂടാതെ തന്നെ ഗോൾഡിലും സിൽവറിലും മാത്രമുള്ള ഫണ്ടുകളുണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. കാരണം നിങ്ങൾക്ക് ഒരു നിക്ഷേപകന് ഞാനിപ്പോൾ ഗോൾഡ് ചെയ്യണോ സിൽവർ ചെയ്യണോ എന്നുള്ള ഒരു ഡയലമ, എത്ര ചെയ്യണം. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് സപ്പോർട്ടോടെ ചെയ്യുന്ന ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് ഓഫ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അവർ റേഷ്യോസ് അലോട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചൈന, ഇന്ത്യ ധാരാളം റിസർവായിട്ട് സിൽവർ എടുക്കുന്നുണ്ട്. ഈ സിൽവറിൻ്റെ വോൾട്ടിലുള്ള കീപ്പിംഗ് കൂടുതലും UK-ലും US-ലും ഒക്കെ ആയിരുന്നു. അവരാണ് അതിൻ്റെ ഈ കമ്മോഡിറ്റി ട്രേഡിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ സംബഡി ഈസ് ബീൻ സേയിങ് ഇവരിതിനെ കൂടുതൽ പൊലിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ ബാക്ക് എൻഡിൽ ഇത്രയും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് സിൽവറിൻ്റെ പ്രൈസ് ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം അത്രയ്ക്ക് ഡിമാൻഡുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു $100 മുകളിലേക്ക് പോകാൻ. ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിൽവറിൻ്റെ ആപ്ലിക്കേഷൻ, സിൽവർ ഈസ് ഹൈലി വോളറ്റൈൽ, ഗോൾഡ് പോലെയല്ല. കാരണം നമ്മൾ നേരത്തെ ഈ സ്റ്റോക്സിൽ നമ്മൾ പറയുന്ന ബീറ്റാ വാല്യൂ, ദറ്റ് ഈസ് എ വോളറ്റാലിറ്റി. ഗോൾഡിൻ്റെ ഒരുവിധം സ്മൂത്ത് റാഡിയാണ്, ഒരു ചെറിയ കയറ്റിറക്കങ്ങളേ ഉള്ളൂ. പക്ഷേ സിൽവറിൽ വളരെയേറെ കയറ്റിറക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ സിൽവറിൻ്റെ യൂട്ടിലിറ്റി പർപ്പസ് ഭയങ്കരമായിട്ട് മാറി. ഇറ്റ് ഈസ് നോട്ട് സിറ്റിംഗ് പ്രെറ്റി. ഇതിന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വേറൊരു മേഖല എടുത്ത് തന്നെ EV, ഒരു സാധാരണ IC കാറുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയറിലാണല്ലോ കൂടുതലും കാറുകൾക്ക് കോസ്റ്റ് വരുന്നത്. ഒരു 10 ഗ്രാം ആണ് ഒരു ആവറേജ് ഒരു IC കാറിൽ വരുന്നതെങ്കിൽ ഒരു EV കാറിൽ അതൊരു 50 ഗ്രാംസിന് മുകളിൽ വരുന്നുണ്ട്. സോ ഒരു 5 times. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കാറുകളും ഇലക്ട്രിക്കൽ വെഹിക്കിൾസും ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി പർപ്പസുകളിലുള്ള സാധനങ്ങളും മറ്റേ സോളാർ എക്സ്പാൻഷൻസും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കൂടും. ചൈന ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. അവർ തന്നെ അതിനെ ക്രിട്ടിക്കൽ മെറ്റലിലേക്ക് മാറ്റുമെങ്കിൽ ദേ നോ എന്താണ് ഇതിൻ്റെ അണ്ടർലൈങ് പർപ്പസ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടല്ലേ അവരങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം. ചിലപ്പോൾ നാളെ ആൾക്കാർ സ്വർണത്തേക്കാൾ കൂടുതൽ വിലമതിക്കുന്നത് വെള്ളിയാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കാൻ വെള്ളിയിൽ ഏത് രീതിയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ കാരണം വെള്ളിയിലും നമുക്കിപ്പോൾ എന്താ വെള്ളിയുടെ വില കുറവായതുകൊണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലുമാണ്. അപ്പോൾ ഒബ്വിയസ്ലി വി ആർ ഓൾസോ സജസ്റ്റിംഗ് ആണ് ഇപ്പോൾ ETF അവൈലബിൾ ആയതിനാൽ ETF വഴി പോകുന്നത് തന്നെയാണ് നല്ലത്. ETF നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വോളിയമുള്ള ETF ചെയ്യുക. കാരണം നമുക്കിപ്പം വാങ്ങാൻ മാത്രമല്ലല്ലോ, വിൽക്കാനും
ഇതുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് സിൽവറിലൊരു പ്രശ്നം ഇപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇഷ്യൂ ആണ്. ETF-കളിൽ പ്രൈസിങ്ങിൽ ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങിയത്. ആക്ച്വൽ സിൽവറിൻ്റെ പ്രൈസും ETF-ൻ്റെ പ്രൈസും തമ്മിൽ ഒരു ഹ്യൂജ് പ്രീമിയം ഡിഫറൻസ് വന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു ജ്വല്ലറി പോയിട്ട് സിൽവർ വാങ്ങാനായിട്ട് നേരിട്ട് ഇപ്പോൾ ചിലപ്പോൾ കിട്ടില്ല. ഐ മീൻ ടു സേ, പിന്നെ നിങ്ങൾക്ക് ബാറായിട്ടോ കോയിനായിട്ടോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഓർഡർ കൊടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അത്രയധികം ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. കാരണം വെള്ളി മാത്രം വിൽക്കുന്നവർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറ്റി കാണാത്തത്. ഭാവിയിൽ വെള്ളി ലഭ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകും. അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 10 വർഷത്തിനുള്ളിലൊക്കെ സ്വർണ്ണവില വെള്ളി മറികടക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് സെൻട്രൽ ബാങ്കുകളായതുകൊണ്ടാണ് ഈ ഒരു കുതിച്ചുചാട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് വില. അതെ, അവരിനി വെള്ളിയിലേക്ക് കൂടെ കൈവയ്ക്കുകയാണെങ്കിൽ ഇത് കൈവിട്ടു പോകും. ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണോ വെള്ളിയിൽ നിക്ഷേപിക്കുന്നതാണോ നിക്ഷേപകർക്ക് നേട്ടം നൽകുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് തന്നെ, കാരണം ട്രഡീഷണലി നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഫിസിക്കൽ ഫോമിൽ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സിൽവർ നമുക്ക് എന്താ വളരെ കൊലുസുകളിലും ഡെയിലി വെയേഴ്സിലും മാത്രമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, അരഞ്ഞാണങ്ങളിലും ഒക്കെ. അതിൽ നിന്നും മാറിയിട്ട് ഇന്നിപ്പോൾ സിൽവറിൻ്റെ വില ഈ കുതിച്ചുകയറ്റത്തിലേക്ക് വന്നു. കാരണം സിൽവർ എപ്പോഴും ഒരു എയറുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ കുറച്ച് കറക്കാൻ സാധ്യതയുണ്ട്. ഗോൾഡിന് അത് വരത്തില്ല. നമ്മളതിനിടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചില എക്സ്പോഷർ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ സിൽവറിൽ കൂടുതൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രൈസിലെ വേരിയേഷൻസ് വരുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലുള്ള വേരിയേഷൻസും ഒരു സാധാരണ നിക്ഷേപകരനെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ പറയുന്നത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രഷ്യസ് മെറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ഫണ്ട് മാനേജർ സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ അതിൽ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മൾട്ടി അസറ്റ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. കാരണം കാരണം ചിലപ്പോൾ നമ്മൾ ഹൈയിൽ ചെയ്യുമ്പോൾ മാർക്കറ്റിലൊരു കറക്ഷൻസ് വരികയാണെങ്കിൽ തിരിച്ച് വരാനായിട്ട് ടൈം എടുക്കുന്നുണ്ടാവും. ഒരിക്കലും ഈ 2026 ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും, അല്ലെങ്കിൽ 2027 എവിടെ എത്തും എന്നുള്ളത് നോക്കി ചെയ്യരുത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം 100% റിട്ടേൺ വന്നു, ഇനിയും 100% കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയും അതിൽ ചെയ്യാത്തത്. ഒരു 5 to 10 year ഹൊറൈസൺ വ്യൂവിൽ നമ്മളെന്താ ഒരു സ്വർണ്ണ ആഭരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ ലോഞ്ചിറ്റിവിറ്റി എത്ര ഉണ്ടാവും? ഒരു 5 year. ആ ഒരു പെർസ്പെക്റ്റീവിൽ, ആ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ ഈ മെറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതും നിങ്ങൾക്ക് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇതില്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഒരു ഫണ്ട് വഴി ചെയ്യുക. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ഗെയിനിൽ 12.5% ടാക്സേ വരുള്ളൂ. ഇപ്പോൾ നിക്ഷേപിക്കാൻ അനുയോജ്യ സമയമാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ എപ്പോഴും ഒരു പ്രൈസ് കയറി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിൽ നമുക്ക് എപ്പോഴും പറയുന്നത് ഡോണ്ട് ബൈ വെൻ ഇറ്റ് ഈസ് ഹൈ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനുള്ള എന്തുകൊണ്ട് ഈ പ്രൈസ് കയറി എന്നുള്ളതാണ്. കാരണം റഷ്യ ഉക്രൈൻ വാറിന് ശേഷം വേൾഡ് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വേൾഡ് ട്രേഡിൽ തന്നെ ഒരു കാതലായ മാറ്റം ഉണ്ടായി. കാരണം ഇത് കറൻസി ഇതിലാണത് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിലുള്ള ചില ചേഞ്ചുകൾ വന്നു. അപ്പോൾ സേഫ് ഹെവനിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതൊരു അൺസേർട്ടൺ പീരീഡിലാണ് ആൾക്കാർ ഇങ്ങനെയുള്ള അസറ്റ്സിലേക്ക് മാറുന്നത്. പക്ഷേ അത് മാറ്റം വരികയാണ്. ഇപ്പം തന്നെ പല രാജ്യങ്ങളും സ്റ്റിമുലസ് പാക്കേജുകൾ അനൗൺസ് ചെയ്യാനുള്ള, കാരണം സ്റ്റോക്സിൻ്റെ റിട്ടേൺസ് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അത് ചെയ്തു തുടങ്ങും. പക്ഷേ നമ്മുടെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നതിനാലും അത് വരുന്നില്ല. പക്ഷേ നമ്മളൊരു ട്രഡീഷണൽ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിൽവർ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിതിനൊരു വലിയ ഇതായിട്ട് തോന്നാത്തതും. പക്ഷേ ഇതിൻ്റെ പുതിയ മേഖലകൾ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ ETF-കളും ഗോൾഡ് ഫണ്ടുകളും അല്ലെങ്കിൽ സിൽവർ ഫണ്ടുകളൊക്കെ ഉള്ളപ്പോൾ അതുവഴി ചെയ്യാനാണ് ചെയ്യുക. പിന്നെ ഒരു ട്രഡീഷണൽ ഫേമിൽ നമ്മൾ ഒരു SIP മോഡലാണല്ലോ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, ആ ഇതിൽ തന്നെ ചെയ്തു പോവുക. സ്വർണ്ണത്തേക്കാൾ വെള്ളിയുടെ വില കുതിക്കുകയാണല്ലോ. അപ്പം ഒരു വ്യക്തിയുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനമാണ് സ്വർണ്ണത്തിനും വെള്ളിക്കുമായിട്ട് നീക്കി വയ്ക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലും ഗോൾഡും സിൽവറും എത്ര വേണമെന്നുള്ളത് നമുക്കൊരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും രണ്ടും
ഈക്വലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സിൽവറിലും പ്രൈസ് അപ്രീഷിയേഷൻസിൻ്റെ പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ സിൽവറിൽ ഫ്ലക്ച്വേഷൻസ് കൂടുതൽ വരാം. ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കണം. കാരണം ഇത് നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റ്സിൻ്റെ ഗോൾഡ് വലിയൊരു പാർട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു നെറ്റ് വർത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ പലരുടെയും ഫാമിലിയിൽ നല്ലൊരു സ്വർണ്ണ നിക്ഷേപം ഉണ്ടാകും. പ്രത്യേകിച്ചും ബോട്ടം ഓഫ് ദ പിരമിഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിങ് ആക്സസിബിലിറ്റി ഇല്ലാത്ത പല ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ഡെയിലി വേജസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ആഭരണം ഇടുന്ന പാറ്റേൺ. കാരണം മിക്കവാറും അവർ കാരണം ഇത് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലോക്കറിൽ വയ്ക്കാനുള്ള കൺസെപ്റ്റിലാണ് പലരും അത് ധരിച്ചാണ് പോകുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ചെയിൻ സ്നാച്ചിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള നിക്ഷേപ സാധ്യതകൾ ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. കാരണം ഇപ്പോഴാണ് പല ആൾക്കാരും ബാങ്കുകളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ, അല്ലെങ്കിൽ ബാങ്കിങ് ഇതിലേക്ക് വന്നു തുടങ്ങിയത്. കാരണം ഇപ്പം GPay വളരെ UPI പോപ്പുലറായി. ഇപ്പോൾ അങ്ങനെ NPCIയുടെ ആ ഒരു ഇതൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർക്ക് ബാങ്കിങ് അക്കൗണ്ടുകളും അതിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ബാങ്കിലെ അക്കൗണ്ട് എന്ന് വെച്ചാൽ എയർടെൽ പശുവായിരുന്നു, ഇപ്പോൾ അത് കുറച്ചുകൂടെ സാർവത്രികമായി. അപ്പോൾ അതുപോലെ ഇതുപോലെ നിക്ഷേപ പദ്ധതികളും, കാരണം ചെറിയ രീതിയിൽ ആളുകൾക്ക് 100 രൂപ മുതൽ SIP ചില ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500 രൂപ വെച്ച് ചെയ്യാം, 1000 വെച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു റെഗുലർ ഇൻകം ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഇതൊരു SIP മോഡൽ ഇതിൽ ചെയ്തു പോകുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു മിനിമം ഒരു 3 മുതൽ 5 വർഷം വരെ കാലാവധി ഇല്ലാതെ നിങ്ങൾ ലംസം ഫണ്ട് അതിലിടരുത്. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ കൂടുതൽ വാങ്ങിക്കുക. ഒരു തമ്പ് റൂൾ അനുസരിച്ചിട്ട് പലരും പറയാറുണ്ട് 10% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതിലുണ്ടാവണമെന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന ഒരു ഇറ്റ് ക്യാൻ ബി ഗോ അപ് ടു 15. 15% വരെ ഗോൾഡിലും സിൽവറിലുമായിട്ട് നിക്ഷേപിക്കാം. അതിൻ്റെ വേരിയേഷൻസ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ. അതേപോലെ മറ്റൊരു ചോദ്യമുള്ളത്, മില്ലിഗ്രാമിനും ഇപ്പം സ്വർണം വാങ്ങാൻ കഴിയും. ആപ്പുകൾ വഴി സ്വർണം വാങ്ങുന്ന നിരവധി പേരുണ്ട്. ഇത് ശരിക്കും സുരക്ഷിതത്വമുള്ള നിക്ഷേപ രീതിയാണ്? ഇത് റെഗുലേറ്റഡ് അല്ല. ഇതിന് ബാക്കിൽ ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് ഒരു ഓഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ചിലപ്പോൾ അവർ ഓണർ ചെയ്തെന്നിരിക്കാം, ഇല്ലെങ്കിൽ എന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് റീസെൻ്റ്ലി RBI തന്നെ ഒരു സെബിയും അതിൽ, കാരണം കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് റെഗുലേറ്റഡ് സ്കീമിൽ വരുന്നതല്ല, എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നതില്ല. നിങ്ങൾക്ക് ഈസിനെസ് ഓഫ് ആക്സസ് ആണ്. ഒരു കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വന്നു എന്നുള്ളത് ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ETF അതല്ല. ഫിസിക്കൽ ഗോൾഡ് ബാക്കപ്പ് ഉണ്ട്, റെഗുലേറ്റഡുമാണ്. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപം ചെയ്യാതിരിക്കുന്നതാണ്. ആപ്പുകൾ വഴിയൊക്കെയുള്ള സുരക്ഷിതമല്ലാത്ത നിക്ഷേപ രീതികൾ ഒഴിവാക്കാം. നിരവധി പേര് ഇപ്പം അങ്ങനെ നിക്ഷേപിക്കുന്നുണ്ട്. നഷ്ട സാധ്യതകൾ കൂടുതലായിരിക്കും. കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന എന്തിനാണ്? നമ്മുടെ ക്യാപിറ്റലിന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ തന്നെ ഇല്ലാതായാലും അതുകൊണ്ട് ബെറ്റർ ജാഗ്രത വേണം, അവോയ്ഡ് ചെയ്യണം. വെള്ളി വില കുതിച്ചു വരാനുള്ള കാരണങ്ങൾ, നിക്ഷേപ സാധ്യതകൾ, എങ്ങനെ ലാഭകരമായി നിക്ഷേപിക്കണം, ഇതൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി സമ്പത്തിൻ്റെ വഴിയിൽ വേറൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.